ദൈവിക അനുഗ്രഹങ്ങളുടെ ധന്യവർഷം. മണൽക്കാറ്റുകൾക്കിടയിൽ വിശ്വാസത്തിൻ്റെ തണൽമരമായി നിലകൊള്ളുന്ന ദുബായ് സെൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ നമ്മുടെ ഇടവകയുടെ ആത്മീയ പ്രയാണം മറ്റൊരു സുവർണ വർഷം കൂടി പിന്നിടുന്നു. ഈ മെമ്പേഴ്സ് ഡേയിൽ കഴിഞ്ഞ ഒരു വർഷം ദൈവം നമ്മെ നടത്തിയ വഴികളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. നമ്മിൽ നിന്നും കഴിഞ്ഞ വർഷം വാങ്ങിപ്പോയ ആത്മീയ പിതാക്കന്മാരെയും ഇടവക അംഗങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ വരമേൽപ്പിക്കാം. അവരുടെ കുടുംബങ്ങൾക്ക് ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടത്തെല്ലാം ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന തിരുവചനത്തെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ നമ്മുടെ ഇടവക ഈ വർഷം വലിയ ആത്മീയ കൃപകൾക്ക് സാക്ഷ്യം വഹിച്ചു. വിശ്വാസികളുടെ പ്രാർത്ഥനകളും പിതാക്കന്മാരുടെ സന്ദർശനവും ഇടവകയ്ക്ക് പുതിയൊരു ഉണർവ് സമ്മാനിച്ചു. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പെരുന്നാൾ ചടങ്ങുകൾ ഇടവകയ്ക്ക് വലിയ അനുഗ്രഹമായി മാറി. തുമ്പവൺ ഭദ്രാസനാധിപൻ അഭിമന്യ എബ്രഹാം മാർ സെറാഫീൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ നടന്ന എൽദോ ശുശ്രൂഷകളും നമ്മുടെ ഇടവക മെത്രാപ്പോലിത്ത അഭിമന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിമത്രിയോസ് തിരുമേനിയുടെ ഇടവക സന്ദർശനവും വിശ്വാസികളിൽ ആത്മീയ ചൈതന്യം നിറച്ചു. റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ പിതാക്കന്മാരുടെ സന്ദർശനം സഭകൾ തമ്മിലുള്ള ആഴമേറിയ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായി. ഇടവക വികാരി ബഹുമാനപ്പെട്ട അജു എബ്രഹാം അച്ചൻ, സഹവികാരിമാരായ ബഹുമാനപ്പെട്ട ജാക്സൺ എം ജോണച്ചൻ, ബഹുമാനപ്പെട്ട ചെറിയാൻ ജോസഫ് അച്ചൻ എന്നിവരുടെ മാതൃകാപരമായ നേതൃത്വം ഇടവകയ്ക്ക് ആത്മീയ കരുത്തായി മാറി. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇടവക വികാരി നേരിട്ട് നേതൃത്വം നൽകിയ കഷ്ടാനുഭവ ശുശ്രൂഷകൾ ഈ വർഷത്തെ പ്രത്യേകതയായിരുന്നു. വിശുദ്ധ ബലിയർപ്പണങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും വിശ്വാസികൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിന്നു. നമ്മുടെ പ്രിയങ്കരനായ വികാരി ബഹുമാനപ്പെട്ട അജു എബ്രഹാം അച്ചൻ്റെ പൗരോഹിത്യ രജത ജൂബിലിക്ക് സാക്ഷ്യം വഹിക്കാനായി എന്നത് ഈ വർഷത്തെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിൽ ഒന്നാണ്. ആത്മീയ ചടങ്ങുകളിൽ സഭയുടെ മുൻ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട ഡോക്ടർ എം.ഒ. ജോണച്ചൻ, അഡ്മായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ്, അഖില മലങ്കര വൈദിക സംഘം ജനറൽ സെക്രട്ടറി നൈനാൻ വി ജോർജ് അച്ചൻ, ഡൽഹി ഭദ്രാസന സെക്രട്ടറി സജി എബ്രഹാം അച്ചൻ എന്നിവരുടെ സാന്നിധ്യം നമ്മുടെ ആത്മീയ സംഗമങ്ങൾക്ക് കൂടുതൽ പ്രൗഢി പകർന്നു. ആത്മീയ ചടങ്ങുകൾക്കൊപ്പം സാമൂഹിക പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ ഇടവക ഈ വർഷം ശ്രദ്ധേയമായി. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ, ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ്, വടകര എം.പി ശ്രീ ഷാഫി പറമ്പിൽ എന്നിവരുടെ സന്ദർശനം ഇടവകയ്ക്ക് കൂടുതൽ ശോഭ നൽകി. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിലൂടെ ആത്മീയ ജ്ഞാനം തേടിയപ്പോൾ അത് കൃത്യമായി നിരീക്ഷിക്കുന്നതിനും സൺഡേ സ്കൂൾ പ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കുന്നതിനും പുതിയ സോഫ്റ്റ്വെയർ യാഥാർത്ഥ്യമാക്കുവാൻ ഈ വർഷം നമുക്ക് സാധിച്ചു. യുവജന പ്രസ്ഥാനം സേവനത്തിൻ്റെ മാതൃകകളായി. എഡിഫേ കെയർ പദ്ധതിയിലൂടെ അനേകം ഉപരിപഠന വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി. മർത്തമറിയ സമാജം തങ്ങളുടെ പ്രാർത്ഥനയാൽ ഇടവകയെ താങ്ങി നിർത്തി. ഒപ്പം ഇടവക കരുതൽ പ്രവർത്തനങ്ങൾക്കും തണലായി. MGOCism വിദ്യാർത്ഥികൾക്ക് പഠന വഴിയിൽ ദിശാബോധം നൽകി. ഇടവകയുടെ കരുത്തായി സീനിയർ സിറ്റിസൺ ഫോറവും പ്രാർത്ഥനായോഗങ്ങളും സഭയുടെ ഓരോ അംഗത്തെയും സ്നേഹത്തിൻ്റെ ചരടിൽ കോർത്തിണക്കി. ശുശ്രൂഷ സംഘവും കൊയർ ഗ്രൂപ്പും ഇടവകയെ ഭക്തിസാന്ദ്രമാക്കി. ഇടവകയുടെ ആത്മീയ വളർച്ചയിൽ പുതിയ നാഴികക്കല്ലുകൾ പിന്നിട്ടുകൊണ്ട് സെൻറ്റ് ജോസഫ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ്, സെൻറ്റ് ഡൈനേഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ് എന്നീ 2 ആത്മീയ സംഘടനകൾക്ക് ഈ വർഷം ആരംഭം കുറിക്കുവാൻ നമുക്ക് സാധിച്ചു. വിവിധ പ്രായത്തിലുള്ളവർക്കും താൽപ്പര്യമുള്ളവർക്കും ഒരുപോലെ ആത്മീയ കൂട്ടായ്മകളിൽ പങ്കുചേരുവാൻ ഈ ആത്മീയ സംഘടനകൾ വലിയ അവസരമൊരുക്കുന്നു. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, അങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ദേവാലയം പ്രാർത്ഥനാലയം മാത്രമല്ല, അതൊരു അഭയകേന്ദ്രം കൂടിയാണ്. കഴിഞ്ഞ ഒരു വർഷം നാം നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങൾ ഒട്ടേറെ പേരുടെ കണ്ണീരൊപ്പാൻ സഹായിച്ചു. ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി സ്ഥാപിച്ച സെൻറ്റ് ഗ്രിഗോറിയോസ് ദയാഭവനിലെ കുട്ടികളുടെയും ഗ്രാമവാസികളുടെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കുവാൻ സ്ഥാപിച്ച ദയാ ബേക്ക് ഹൗസ്,
ഈ കാരുണ്യ ദൗത്യത്തിലൂടെ ഗ്രാമവാസികൾക്ക് തൊഴിലും കുട്ടികൾക്ക് ആരോഗ്യകരമായ ലഘുഭക്ഷണവും ഉറപ്പാക്കുന്നു. ഈ സംരംഭത്തിലൂടെ തിരുമേനി നമ്മൾക്ക് പകർന്നു നൽകിയ പരസ്പര സ്നേഹം ഇന്നും സജീവമായി നിലനിർത്തുവാൻ നമുക്ക് സാധിച്ചു. കൽക്കട്ട ഭദ്രാസനാധിപനും നമ്മുടെ ഇടവകയുടെ പ്രഥമ വികാരിയുമായിരുന്ന അഭിമന്യ സ്തെഫാനോസ് മാർ തെവദ്യോസിയോസ് തിരുമേനിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഭോപ്പാലിനടുത്തുള്ള മക്കോഡിയ എന്ന ഗ്രാമത്തിൽ നിർമ്മിച്ച മെഡിക്കൽ ക്ലിനിക് ആ പുണ്യപിതാവിനുള്ള ഉചിതമായ ആദരവായി മാറി. ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത ആ ഗ്രാമത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ ക്ലിനിക് വലിയൊരു ആശ്വാസമാണ്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും സ്വയം നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്കുമായി വിതരണം ചെയ്ത ഇലക്ട്രിക് വീൽ ചെയറുകൾ അനേകർക്ക് പുതുജീവിതവും വെളിച്ചവും പകർന്നു. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ആഞ്ചൽ സ്പെഷ്യൽ സ്കൂളിന് നൽകിയ സാമ്പത്തിക സഹായത്തിലൂടെ നമ്മുടെ ഇടവകയുടെ സാമൂഹ്യ പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും ഉന്നതമായ രീതിയിൽ നിറവേറ്റുവാൻ നമുക്ക് സാധിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പള്ളികളുടെ നവീകരണത്തിനും ദേവാലയങ്ങൾക്ക് കൈത്താങ്ങായി വിശുദ്ധ കുർബാനയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നതിനും നമ്മുടെ ഇടവക മുൻകൈയെടുത്തു. ഇടവക അംഗങ്ങൾക്കും ഇതര സഹോദരങ്ങൾക്കുമായി നൽകി വരുന്ന കരുതൽ പദ്ധതി, ഇടവക അംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെ സഹായം ഉറപ്പാക്കുന്ന കാരുണ്യ സ്പർശം എന്നീ പദ്ധതികൾ നമ്മുടെ ക്രിസ്തീയ സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ഉത്തമ അടയാളങ്ങളാണ്. അനേകായിരങ്ങൾ പങ്കെടുത്ത കൊയ്ത്തുത്സവം, കേരളത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തിയ സ്നേഹോത്സവം, വിവിധ കലാകായിക മത്സരങ്ങൾ എന്നിവ നമ്മുടെ ഇടവകയിലെ ഐക്യവും സൗഹൃദവും കൂടുതൽ ആഴമുള്ളതാക്കി മാറ്റി. പ്രാർത്ഥനയോടൊപ്പം ഇത്തരം ഒത്തുചേരലുകൾ നമ്മുടെ ഇടവക കുടുംബത്തെ കൂടുതൽ ശക്തമാക്കുന്നു. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന തിരുവചന പ്രകാരം നമ്മുടെ ഇടവകയുടെ സന്ദേശവും പ്രവർത്തനങ്ങളും ലോകമെമ്പാടും എത്തിക്കുന്നതിനായി കത്തീഡ്രലിൻ്റെ വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനും പുത്തൻ രൂപത്തിൽ അവതരിപ്പിച്ചു. ലോകത്തിൻ്റെ ഏതു കോണിലിരുന്നും ഇടവകയുടെ വാർത്തകളും ചരിത്രവും വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന ഈ മാറ്റം ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നു. ഇടവകയുടെ ഭരണപരമായ പ്രവർത്തനങ്ങൾ കൂടുതൽ സുഗമമാക്കുന്നതിനും വിശ്വാസികൾക്കും വിശിഷ്ട വ്യക്തികൾക്കും വൈദികരെ സന്ദർശിക്കുന്നതിനും സൗകര്യപ്രദമായ രീതിയിൽ വികാരിയുടെ ഓഫീസും OCYM ഹാളും ആധുനിക രീതിയിൽ നവീകരിച്ചു. എല്ലാവിധ നൂതന സൗകര്യങ്ങളോടും കൂടി ഈ നവീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നു. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്ന സങ്കീർത്തനങ്ങളിൽ പറയുന്നത് വിശുദ്ധ തോമാസ് ലീഹായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആ പുണ്യപിതാവിൻ്റെ തിരുശേഷിപ്പാൽ അനുഗ്രഹീതമായ ഈ ആത്മീയ ഭവനത്തിൽ നമുക്ക് വിശ്വാസയാത്ര തുടരാം. ഈ പ്രവാസ മണ്ണിൽ പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും ഒരു വലിയ കുടുംബമായി നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നു. വരും വർഷങ്ങളിലും ഒരേ മനസ്സോടെ സ്നേഹത്തിലും സേവനത്തിലും മുന്നേറുവാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ മെമ്പേഴ്സ് ഡേ ആശംസകൾ നേരുന്നു.